എന്തുകൊണ്ടിടാ ബ്രേക്ക് കടിക്കുന്നു. ആ നീ കടിയൊക്കെ മാറ്റിട്ടങ്ങ് വന്നാ മതി. ഓടാ കുരുത്തം കെട്ടവനെ ഈ സൈക്കിളൊക്കെ കുറക്കണമെന്ന് എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞ അനുസരിക്കാവോ? വിടത്തില്ല നിന്നെ ഞാൻ. കുരുത്തം കെട്ടവൻ എങ്ങനെ ഉണ്ടോ ഒരു അനുസരിച്ച് പ്രസംഗം? എന്നെ ഒന്ന് വിടാൻ പറ മുത്തശ്ശ. അയ്യോ അടിച്ചു തന്നെ. അതിന് അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിൾ മറിഞ്ഞത്. നീ ഇതൊരുമാതിരി ശങ്കുവിന്റെ സൈക്കിളാ ഇക്കുറി കയറിയത്. ഞാൻ വിളിച്ചല്ല, ജീപ്പ് മുട്ടിയ സൈക്കിൾ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ? ആ ജീപ്പിന്റെ മുന്നിലാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ടുപോയി വെച്ചത്. ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ആഷ് കളർ. ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? 2 ആള്. അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ? ഇല്ല. ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മിടുക്കൻ. സൈക്കിളിൽ തല്ലി അടിച്ച് വീഴുന്നുണ്ടെങ്കിൽ ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം. എടാ നീ ഇനി മുത്തശ്ശനോടല്ലേ പറഞ്ഞത്? അടി കൊള്ളു നീ. അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ മട്ടും മാതിരിയും കണ്ട കിരീടം മൂട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുമല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ. ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ അവരെന്ത് വിളിച്ചു? നീ എങ്ങോട്ടാ? കളിക്കാൻ. വേണ്ട വേണ്ട, നിനക്ക് ഇന്നിന് കളിയില്ല. ചട്ടുകാലം വെച്ചോണ്ടാ കളിക്കാൻ പോണത്. വീട്ടിൽ പോടാ. ടെൻഷൻ പറ്റാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ. അതിനിടയിൽ ഒരു കിരീടമോഷണം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം. അല്ലേ? അല്ല, അത് പിന്നെ വിശ്വാസം ഉണ്ടോ? ഉള്ളത് പറഞ്ഞ വിരോധം തോന്നുവോ? ഇല്ല. എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല. മുമ്പ് കിടന്ന് ഉറങ്ങാം. ഡാനി, നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി വിടണം. എന്നെങ്കിലും ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും ഒരു പുഴുവാളുണ്ടാവും. തല്ല് വരുമ്പോ അത് നിൽക്കിട്ട് പിരിക്കും. എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും? ആ ജീപ്പിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആണല്ലോ പോലീസോ? എടാ മണ്ട, നമ്മുടെ മിടുക്കൊല്ല കള്ളനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു രസമല്ലേ? ആ, കേൾക്കുമ്പോ നല്ല രസാ. ഇനിയിപ്പൊ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എല്ലാ ജീപ്പിനും കളർ ആഷ് തന്നെയാ. അപ്പൊ അതും നടപ്പില്ല. ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കുക എന്താ ഒരു മാർഗം? ഇക്രമോൻ എന്താ പറയുന്നേ? വെള്ളക്കുതിര. ജീപ്പ് ജീപ്പ് ജീപ്പോ? ആ ജീപ്പ്. ആ ജീപ്പ് കണ്ട എനിക്കറിയാം. ജീപ്പ് ജീപ്പ് എനിക്കറിയാ. എങ്ങനെ പറ ഇക്രമോൻ പറ. പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ. മുറി കൂടി. പറയടാ കുട്ടാ. പറ മോനെ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? നല്ല കുട്ടനല്ലേ ഇക്രമോൻ? പറ. പറയടാ കുട്ടാ.
ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിരയോ? എന്ത് കുതിര? വെള്ളക്കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്കുറഞ്ഞത്. இதல்ல இல்ல வெள்ளக்கூரொന്നും இல்ல. வாடா போ. அந்த பசங்களுக்கு சந்தேகம் குதிரை வச்ச ஜீப்பை தேடுறாங்கன்னு தோணுது. போலீஸ்கார வீட்டு பசங்க அவங்க கண்ணுல நாம படக்கூடாது. ஜாக்கிரதை. வேன் அம்பாசடர் ஹோண்டா மெட்டடோர் அம்பாசடர் அம்பாசடர் தான்மா ஒரு ஜீப். வாடா. കുതിര ഇല്ല. പോടാ വരുക. എന്റെ അമ്മോ മടുത്തു. ആ ജീപ്പ് ഇവിടെ പോളല്ലെന്നാ തോന്നുന്നേ. കള്ളന്മാരെ പിടിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലടാ. മോനെ ഐസ്ക്രീം. ആ ഫാനും ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തി കളയും. ആളെ കൈ കിട്ടിയാലേ ഫാൻ ഇടിക്കൂ. ആളെ കണ്ടുപിടിക്കാൻ മാൻഡ്രക്കാൻ മിടുക്കൻ. ഓ പിന്നെ ചോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻഡമാ. ഫാൻഡം ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയോട്ടി. അത് ശരിയാ. പക്ഷെ ഫാനത്തിന് ബുദ്ധിയില്ല. ബുദ്ധി മാൻഡ്രക്കിനാ. ഇന്റർനെറ്റിലെ തലവനാരാ? മാൻഡ്രക്ക. ഓ അത് പള്ളി പറഞ്ഞാ മതി. ഓജോയാ. വെള്ളക്കുതിര. ശങ്കു അതന്നെ ജീപ്പ്. അതന്നെ ജീപ്പ്. ഞാൻ കൂടുവാ. വാ.